ഇനി നമ്മളൊരു ആപ്പോ ഒരു പ്രോഡക്റ്റൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമ്പിളായിട്ടൊന്ന് അസ്യൂം ചെയ്യും, നമ്മുടെ യൂസറിന് ഈ ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും വേണ്ടത്, ഈ ഒരു രീതിയിലായിരിക്കും ഡിസൈൻ വേണ്ടത് അല്ലേ. എന്നാൽ അതൊക്കെ തെറ്റാണ്. അവിടെയാണ് നമ്മൾ യൂസർ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യൂസറിനെ ഒന്ന് ലിസൺ ചെയ്യും, അവരുടെ നീഡ്സിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യും. യൂസർ ഇൻ്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ്, ഇപ്പോൾ ഇൻ കേസ് എക്സാമ്പിൾ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റേയ്സ് എന്ന് പറയുന്ന സ്റ്റേക്കേഷൻ്റെ ഈ ആപ്പ് ആരൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ അതുപോലത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ പോയി നമ്മൾ അവരെ പോയി ഒന്ന് കണ്ട് സംസാരിക്കും. എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ ട്രാവൽസ് ഈ സ്റ്റേക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രാവലേഴ്സ് കാണും. അതായത് സോളോ ട്രാവലേഴ്സ്, ഫാമിലിയായിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കാണും, ബഡ്ജറ്റ് ബേസിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ കാണും. ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു 3 ഗ്രൂപ്പാണ്. ഇവരെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഈ ഇൻ്റർവ്യൂസ് നമ്മൾ സംഘടിപ്പിക്കും. നമ്മൾ അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവരുടെ ട്രാവൽ ഹാബിറ്റ്സ് എന്താണ്, അവർ ഏതെങ്കിലും ബുക്കിംഗ് ആപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ അവർ അനുഭവിക്കുന്നുണ്ടോ, പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഈ പറയുന്ന ആപ്പിലൊക്കെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അവരുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു പാറ്റേൺ നമ്മളെ മനസ്സിലേക്ക് വയർ ചെയ്യും. എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു യൂസറിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, ഒരുപാട് ഓപ്ഷൻസ് ഈ ആപ്പിൽ കാണിക്കുമ്പോൾ എനിക്കത് എന്ത് ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. വേറൊരു ഫാമിലി ട്രാവലേഴ്സായിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളെ കണ്ടുപിടിക്കാൻ പല ആപ്പിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടെന്ന്. ഇതുപോലത്തെ ചെറിയ ഇൻസൈറ്റ്സ് നമ്മുടെ ഡിസൈനിനെ വളരെയധികം നമ്മളെ സഹായിക്കും. ഇത് നമ്മൾ ഡിസൈനെ എങ്ങനെ സഹായിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗസ്റ്റായിട്ട് റാൻഡമായിട്ട് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ യൂസറിൻ്റെ പെയിൻ പോയിൻ്റ് അനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മളെ നല്ല ബെറ്ററായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മളെ ഉൾപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. ക്ലിയർ ആയിട്ടുള്ള യൂസർ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മളെ യൂസറിന് സ്മൂത്തായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ട്രസ്റ്റ് നമുക്ക് യൂസറായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് യൂസറിന് തോന്നുമ്പോൾ എനിക്ക് വേണ്ടിയാണ് ഈ ആപ്പ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. യൂസർ ഇൻ്റർവ്യൂ ഒരു ഡിസൈൻ പ്രോസസ്സിൻ്റെ, ഒരു UX ഡിസൈൻ പ്രോസസ്സിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഈ ഒരു യൂസർ ഇൻ്റർവ്യൂ നമ്മൾ ഈ ആപ്പിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്.